ആദി, ഡാ എഴുന്നേക്ക്. നിനക്കിന്ന് കോളേജിൽ പോണ്ടേ? എഴുന്നേക്കാൻ. എന്താ അമ്മ, ഞാനൊന്ന് ഉറങ്ങട്ടെ. ഉറങ്ങട്ടേന്നോ? നിനക്ക് കോളേജിൽ പോകണ്ടേ? ദേ, എക്സാം എടുത്ത് വരുക. ഫൈനൽ ഇയറാ. ഉഴപ്പരുത് ആദി. നീ ഈയിടെയായിട്ട് ഉഴപ്പാണെന്ന് ഫിലിപ്പ് സാർ പറഞ്ഞായിരുന്നു. ഓ, അങ്ങനെ വട്ട. ഡാ, ഈ അമ്മ ദേ അഖിൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്തിന്? നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ. അവന്റെ കൂടെ ഞാൻ എന്തായാലും പോകില്ല. എന്താടാ ഇത്? തുടങ്ങി അവന്റെ പ്രശ്നം. ആ, അവന് കണി കണ്ടാലേ ഇന്നത്തെ ദിവസം. ഇന്ന് വൈവയുള്ളതാ, അത് കുളമാകും. എന്റെ മാതാവേ, എന്നിട്ടാണ് നീ ഒരു കൂസലുമില്ലാതെ ഇങ്ങനെ നിക്കിടന്ന് ഉറങ്ങുന്നത്? അമ്മ പേടിക്കണ്ട, എല്ലാം സിമ്പിളാ എന്ന് പറഞ്ഞ് കിടന്നു. ദേ, ഈ കുടുംബത്തിലെ എല്ലാരും ഡോക്ടേഴ്സാ. നീയായിട്ട് അത് മാറ്റി പറയിക്കില്ല. എന്തായാലും ആ അഖിലിന് പപ്പ ക്യാഷ് അറിഞ്ഞു ഡോക്ടർ പദവി വാങ്ങിച്ചു കൊടുത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ തരേണ്ടി വരില്ല. ഡാ, പതുക്കെ പറ, അവൻ കേക്ക്. അവൻ പറയട്ടെ അമ്മേ. രാവിലെ മുതൽ ഇവന് വേണ്ടി കാത്തു നിന്ന് ഞാൻ ആരായി? എനിക്ക് ഇന്ന് മീറ്റിംഗ് ഉള്ളതാ, എന്നിട്ടും ഞാൻ ഇവന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഓ, വല്ല പെൺപിള്ളാരെയും വായി നോക്കി നിൽക്കുന്നതായിരിക്കും എന്റെ മീറ്റിംഗ്. ഒന്ന് പോടാ. എടാ അതി, എങ്ങനുണ്ടായിരുന്നു വൈവ? ക്വസ്റ്റ്യൻ അത്ര പോരാ. ആ, ബെസ്റ്റ്. നിനക്ക് പിന്നെ ഇതൊന്നും പോരല്ലോ. എടാ, പറഞ്ഞതാടാ ക്വസ്റ്റ്യൻ. എടാ, എളുപ്പമാടാ. നീ പഠിച്ചതൊക്കെ ചോദിക്കത്തുള്ളൂ. എടാ, നിനക്ക് എളുപ്പോ, എനിക്ക് പാടാ. നീ മര്യാദക്ക് പറഞ്ഞതാ. നീ വാ. ഓ, എന്തായാലും ഹൗസ് സർജൻസി കഴിഞ്ഞു. ഇനി കൺവൊക്കേഷൻ സെലിബ്രേഷൻ. അത് കഴിഞ്ഞ് ഡോക്ടർ ആദിൽ, ഡോക്ടർ നിവിൻ. ഡോക്ടർ സെറീന. ഓ, ഇവളോ? സെറീന, എന്നാ ഉണ്ട്? കുറെ ആയല്ലോ സംസാരിച്ചിട്ട്. ഞാൻ എക്സാം കഴിഞ്ഞ് പപ്പയുടെ അടുത്ത് പോയി. പോക്കിൽ അങ്ങ് പോയാ പോരായിരുന്നു, എന്തിനാ ഇങ്ങോട്ട് തിരിച്ചു വന്നത്? എന്താ ആദി? ഏയ്, ഒന്നുമില്ല. ഓ, അങ്കിളിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോന്നു. ആദ്യം എന്താ മിണ്ടാതെ നിൽക്കുന്നേ? ഏയ്, താൻ സംസാരിക്കുക, ഞാനിപ്പോ വരാം. എന്താടാ നീ സെറീനയോട് മിണ്ടാഞ്ഞ്? അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നി. നീ വാ. ഡി, നിനക്കിവിടെ തിന്നാനും കുടിക്കാനും ഒക്കെ തരാൻ ഞാനിവിടെ ധർമ്മമന്ദിരം ഒന്നും നടത്തുന്നില്ല കേട്ടോ. എന്താ രാജീവേട്ടാ ഇങ്ങനെയൊക്കെ പറയണേ? ഇനി ഇങ്ങനൊക്കെ പറയൂ. നിന്നെ തീറ്റി പോറ്റണമെങ്കിൽ നീ അധ്വാനിച്ചു കൊണ്ടുപോവാ ഇവിടെ. ഞാൻ എവിടെ പോയി കൊണ്ടുവരാനായേട്ടാ? എനിക്ക് പഠിപ്പില്ല. അങ്ങനെയുള്ളവർക്ക് ആര് ജോലി തരാനാ? പഠിപ്പില്ലാത്തവര് ചെയ്യുന്ന ജോലി ചെയ്യണമടി. പിന്നെ നിന്നെ തമ്പുരാട്ടിയെ പോലെ വാഴിക്കുമോ എല്ലാരും? മാഡം, എനിക്കൊരു സഹായത്തിന് ഒരാളിനെ കൂടെ നിർത്തിയിരുന്നേൽ. ഞാനതങ്ങ് മറന്നു ചേട്ടത്തി. ഞാൻ ആ മോനിച്ചനോട് പറഞ്ഞിട്ടുണ്ട് ഒരാളെ കൂടെ ജോലിക്ക് കിട്ടുമോന്ന്. ചേട്ടത്തിക്കൊരു സഹായത്തിന്. അയ്യോ, മാഡം ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. എന്ത് ബുദ്ധിമുട്ട് ചേട്ടത്തി? എന്റെ മക്കളുടെ ജനനം മുതൽ ഈ വീട്ടിൽ കൂടിയതല്ലേ ചേട്ടത്തി? അതെ, 27 വർഷമാകുന്നു. മേഡം? മോനിച്ചനോ? മേഡം പറഞ്ഞ ആളിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ കൊച്ച്. ഇത് വളരെ പ്രായം കുറവാണല്ലോ. അത്തേക്ക് സഹായത്തിനല്ലേ? ഇപ്പൊ ആൾക്കാരെ കിട്ടാൻ ഭയങ്കര പാടാ മാഡം. ശരി, എന്താ പേര് നിന്റെ? പാർവതി. നിനക്ക് ഏജ് എത്ര ഉണ്ട്? വയസ്സ് എത്ര ഉണ്ടെന്ന്? 19. ശരി, ഞാൻ ഇറങ്ങും. ചേട്ടത്തി എല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. നീ കൊച്ചേ വാ. ഉണ്ണിയേട്ടാ, ഞാൻ ചെല്ലട്ടെ? എന്തിനാടി ഈ അഭിനയം? പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നിന്റെ ശമ്പളം എന്റെ അക്കൗണ്ടിലേക്കാ വരുന്നത്. അതിന്ന് 5000 നീ നിനക്ക് അയക്കാം കേട്ടല്ലോ. ഈ കൊച്ചു വരുന്നില്ലേ? വാ കൊച്ചേ. ഇതാണ് കിച്ചൺ. കിച്ചണോ? എന്താ അത്? അടുക്കളന്ന്. ഇത് സ്റ്റൗ, ഇത് ഗ്യാസ് സ്റ്റൗ. പിന്നെ അവിടാണ് വർക്ക് ഏരിയ. കൊച്ചേ, നീ എന്താ അന്തിച്ചു നിൽക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. അതൊക്കെ പതുക്കെ മനസ്സിലായിക്കോളൂ.
എന്നാ തുടങ്ങിക്കോ. ആദ്യം ആ ചിക്കൻ ഒന്ന് ക്ലീൻ ആക്ക്. ചിക്കണോ? അതെ, ഇതാ പാത്രത്തിലുണ്ട്. എന്താ കൊച്ചേ ഇത്? ഞാൻ ഇതൊന്നും കഴിക്കാറില്ല. നീ കഴിക്കണ്ട, ഇത് ഇവിടെ ഉള്ളവർക്കാ. ഇവിടെ ഉള്ളവര് ഇതൊക്കെയാണോ കഴിക്കുക? അതെ, ക്ലീൻ ചെയ്യ്. ഏ, വൃത്തിയാക്കാൻ എനിക്ക് എനിക്ക് പറ്റില്ല. അതെന്നാ ഇത് ദോഷവാ? എന്ത് ദോഷം? അങ്ങോട്ട് ചെയ്യ കൊച്ചേ. ചേട്ടത്തി ഉണ്ണിയേട്ടനൊന്നും പറഞ്ഞില്ലേ? ആ കൂടെ വന്നവനാണോ? ഉം. നീ ആ വീട്ടിലായിരുന്നു ആദ്യം നിന്നത്, അവിടെ വേലക്കാരിയായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. വേലക്കാരിയോ? ഞാൻ ചോദിച്ചു നിന്റെ ബന്ധുവാണോന്ന്. അയാൾ പറഞ്ഞു നീ അയാളുടെ ആരുമല്ലാന്ന്. അങ്ങനെ പറഞ്ഞു ഉണ്ണിയേട്ടൻ? പറഞ്ഞു. നീ വാ, വന്ന് ചെയ്. അയ്യോ, നിക്കാവില്ല ചേട്ടത്തി. ഞാൻ ഇക്കാര്യങ്ങളൊന്നും കഴിക്കാറുമില്ല, തൊടാറുമില്ല. ഞാൻ ഇക്കാര്യം കഴിക്കുമെന്ന് കരുതരുത്. ഉണ്ണിയേട്ടൻ പറഞ്ഞ പോലെ അവരുടെ വീട്ടില് നിന്ന് ശീലിച്ചു പോയി ഇതൊക്കെ. ക്ഷമിക്കണം. അപ്പൊ നീയും ആ തറവാട്ടിലെയാണോ? അല്ലാന്ന് ഉണ്ണിയേട്ടൻ പറഞ്ഞല്ലോ. ഇനി ഞാനാണെന്ന് പറഞ്ഞാൽ കൂടി എന്ത് കാര്യം? വേറെ എന്ത് ജോലിയും പറഞ്ഞോളൂ, ഞാൻ ചെയ്യാൻ തയ്യാറാ. ഇതെനിക്ക് പറ്റില്ല ചേട്ടത്തി. ശരി, എന്നാ ആ പച്ചക്കറിയൊക്കെ ഒന്ന് അരി. ആ, ഇതാരാ? സാറയും ജോർജുമോ? വാ, ഇരിക്ക്. ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. എവിടെ സണ്ണിച്ചൻ? ഇവിടെ ഉണ്ട്. ഇച്ചായ? ജോർജ് എന്നാ ഉണ്ട്? നന്നായി പോകുന്നു സണ്ണിച്ച. സെറീന ഇന്നലെ സംസാരിച്ചിരുന്നു. ഞങ്ങൾ വന്നത് ഒരു പ്രധാന കാര്യം പറയാനാ. സെറീനയും ഇപ്പോ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ കയറിയില്ല. ഞാൻ അറിഞ്ഞു, ആദ്യത്തെ ബാച്ചല്ലായിരുന്നു. അതെ, ഞാൻ പറയാൻ വന്നത്, എന്തായാലും പിള്ളേർക്ക് ജോലിയായി, ഇനിയും അവരുടെ എൻഗേജ്മെന്റ് എന്ന് നടത്തിയാലോ? ഞാനും അത് ചിന്തിച്ചു. എൻഗേജ്മെന്റ് നടത്തി വെച്ചാൽ നമുക്കൊരു സമാധാനം ഉണ്ട്, അവർക്കൊരു സ്വാതന്ത്ര്യമാകും. അഖിലൻ ഇപ്പോഴേ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിരിക്കുക. എന്നാ പിന്നെ ആദ്യയുടെ ആകാമെന്ന് വെച്ചു. അമ്മയോട് ആരാ പറഞ്ഞേ എന്നെ എൻഗേജ്മെന്റ് നടത്താൻ തീരുമാനിക്കാൻ? അതും സെറീന. എന്താ സെറീനയ്ക്ക് കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇപ്പോഴേ കല്യാണം വേണ്ട. മാത്രമല്ല അവളെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഞങ്ങൾ തീരുമാനിച്ചു. ഇപ്പൊ എൻഗേജ്മെന്റ് നടത്തുന്നേ ഉള്ളൂ, കല്യാണം പിന്നെ. അപ്പോഴേക്ക് നീ അവളെ ഭാര്യയെ കണക്കാക്ക്. അമ്മ, എടാ, എൻഗേജ്മെന്റ് അല്ലേ, നീ സമ്മതിക്കേ? നിനക്കങ്ങനെ പറയാം. പഠിത്തം കഴിഞ്ഞ് ഞാൻ അന്ന് അടിച്ചു പൊളിച്ചില്ല, ജോലിയൊന്നും എൻജോയ് ചെയ്തില്ല. അതിനു മുന്നേ കല്യാണം, അതും സെറീന. അവക്കെന്താ ഇപ്പൊ കുഴപ്പം? നിനക്കറിയാമല്ലോ, എനിക്ക് പണ്ടേ അവളെ ഇഷ്ടമല്ലാന്ന്. അവളുടെ ഒലിപ്പീരും സംസാരവും. അതൊക്കെ കെട്ട് കഴിഞ്ഞ് നിനക്ക് ഇഷ്ടമായിക്കോളും. കേട്ടോ? ആര് കിട്ടുന്നു? പിന്നെ ആന്റി പറഞ്ഞത് അമ്മയ്ക്ക് വേറെ ആരെയും കിട്ടിയില്ല. നീ തൽക്കാലം സമ്മതിക്ക്. എനിക്കൊരു ലവ് മാരേജ് ആയിരുന്നു ഇഷ്ടം. അത് കല്യാണം കഴിഞ്ഞ് അവിടെ നിന്ന് പ്രേമിക്കും. കോപ്പ് എന്റെ മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ നീ? ആട്ടാ, നീ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? നീ പറ ആന്റിയോട് നിനക്ക് അവളെ ഇഷ്ടമല്ലാന്ന്. അത് ഞാൻ പറഞ്ഞല്ലോ. അമ്മ പറയുന്നത് ജോർജ് അങ്കിളിന് കൊടുത്ത വാക്ക് മാറ്റാൻ പറ്റില്ല എന്ന്. ബെസ്റ്റ്. നിനക്കിനി രക്ഷയില്ല. ഓ ഷിറ്റ്. നീ സമാധാനമായി നിൽക്ക്. എൻഗേജ്മെന്റ് അല്ലേ ഉള്ളൂ, ബാക്കി നമുക്ക് നോക്കാം. നീ ഇപ്പൊ തൽക്കാലം സമ്മതിക്ക്. എന്തായാലും കല്യാണമൊന്നുമല്ലല്ലോ. ശരി, എന്തേലും ആയിക്കോട്ടെ. അന്നമ്മേ, ലീലയോ? ഇന്നലെ പുറംപണിക്ക് കണ്ടില്ലല്ലോ. ഓ, ഇന്നലെ മോൻ വന്നിട്ടുണ്ടായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന്. അവൻ പറയുന്ന ഈ പണിയൊക്കെ നിർത്താൻ. ഞാൻ പറഞ്ഞത് തുക കിട്ടുന്നതല്ലേ, കളയണ്ടെന്ന്. സഹായത്തിന് ആളെ കിട്ടിയെന്ന് മോനിച്ചൻ പറഞ്ഞു. എങ്ങനെയുണ്ട്, ജോലിയൊക്കെ അറിയാമോ? ഓ, അവിടെ ഇറച്ചി മീനൊന്നും തൊടില്ല, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാ. ഞാൻ പറഞ്ഞുവിടാൻ മാഡത്തിനോട് പറയാനിരിക്കുക. അതാ ചെയ്യണ്ടേ.
നമുക്ക് സഹായമില്ലേ പിന്നെന്തിനാ ഇവിടെയൊക്കെ നിർത്തിയേക്കുന്നത്? ശരി, ഞാൻ ചെല്ലട്ടെ. ശരി. ചേട്ടത്തി, ഇനി എന്താ ചെയ്യണ്ടേ ഞാൻ? നീ ഇനി ഒന്നും ചെയ്യണ്ട. നിന്നെ ഇനി ഇവിടെ വേണ്ട. അയ്യോ, എന്താ ചേട്ടത്തി അങ്ങനെ പറഞ്ഞേ? നീ എനിക്കൊരു സഹായമാകുമെന്ന് കരുതിയാ നിന്നെ ഇവിടെ നിർത്തിയത്. ഇതിപ്പോ പകുതി പണിയും ഞാനാ ചെയ്യുന്നത്. സാറിനോടും മാഡത്തിനോടും ഞാൻ കാര്യം പറയാൻ പോവാ. നിന്നെ അവര് പറഞ്ഞു വിട്ടോളൂ. ആ ചേട്ടത്തി, എന്നെ പറഞ്ഞു വിട്ട ഞാൻ എന്ത് ചെയ്യും? വീണ്ടും തറവാട്ടിലോട്ട് കയറി ചെല്ലരുതെന്ന് രാജീവേട്ടൻ പറഞ്ഞിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കണം. ഹലോ, ആടാ, ഞാൻ ഇറങ്ങുവാ. അതെ, നീ ഹോസ്പിറ്റലിലോട്ട് പോവാണോ? അതെ അമ്മ. ഞാനെന്നില്ല, ഒരു ഫംഗ്ഷൻ ഉണ്ട് റാന്നിയിൽ, അവിടെ പോവാ. ശരി അമ്മ. ചേട്ടത്തി, കുഞ്ഞെ, ഇനി നീ എന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു പറയേണ്ടത് പറയേണ്ടവരോട്. നിന്നെ ഇനി ഇവിടെ നിർത്തണ്ടാന്നാ തീരുമാനം. അയ്യോ, അങ്ങനെ പറയല്ലേ. എന്നെ കരഞ്ഞു കാണിച്ചിട്ട് കാര്യമില്ല മോളെ. നീ മാഡത്തിനോടോ സാറിനോടോ ചോദിക്കും. പിന്നെ ഒരു കാര്യം, ഇനി ഇറച്ചിയും മീനും തൊടില്ലാന്ന് പറഞ്ഞ് നിന്നേക്കില്ല. അത് ഞാൻ. അങ്ങനെയാണെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി. ചേട്ടത്തി, എനിക്കതിന് സാധിക്കില്ല. നീ എന്തിനാ വാശി പിടിക്കുന്നത്? നീ നമ്പൂരിക്കുട്ടിയൊന്നും അല്ലല്ലോ. ആ തറവാട്ടിൽ വേലയ്ക്ക് നിന്നല്ലേ ഉള്ളൂ. നീ പോ, ഇവിടെ നിൽക്കണേ. ഞാൻ പറഞ്ഞ പോലെ ചെയ്. ആദ്യം അവരോട് ചോദിക്ക്. സാറോ മാഡമോ സമ്മതിക്കുവാണ് നീ നിൽക്ക്. സർ, എന്നെ പറഞ്ഞു വിടരുത്. ഞാൻ ഇനി മുതൽ എല്ലാ ജോലിയും ചെയ്തോളാം. ദയവ് ചെയ്ത് എന്നെ പറഞ്ഞു വിടരുത്. കുട്ടി ഏതാ? ഞാനിവിടെ ജോലിക്ക് വന്നതാ, അന്നമ്മ ചേട്ടത്തിക്ക് സഹായത്തിന്. കൊച്ചേ, നീ ഇങ്ങ് വന്നേ. ആദ്യ കുഞ്ഞു പൊക്കോ. അവള് വിവരമില്ലാതെ ഓരോന്ന് പറഞ്ഞതാ. നീ എന്ത് പണിയാ കൊച്ചേ കാണിച്ചേ? വലിയ തിരക്കുള്ള ഡോക്ടറാ. ആ കുഞ്ഞിനെയാണോ നീ പിടിച്ചു നിർത്തി സമയം കളയുന്നേ? അത് ഞാൻ സാറിനോട് പറഞ്ഞു നോക്കിയതാ, എന്നെ പറഞ്ഞു വിടരുതെന്ന്. കൊള്ളാം. അതാ മോനോടാണോ പറയുന്നേ? ഞാൻ പറഞ്ഞത് ഇവിടുള്ള വലിയ ഡോക്ടർ സാറിന്റെയും മാഡത്തിന്റെയും കാര്യമാണ്. ഇത് അവരുടെ ഇളയ മോനാ. ആ മോൻ അറിഞ്ഞു പോലും കാണില്ല നീ ഇവിടെ വേലയ്ക്ക് വന്നത്. ഇത്തരം കാര്യങ്ങളൊന്നും തിരക്കാൻ ഇരിക്കുമല്ല അവര്. ഞാൻ പിന്നെ ആരോടാ ചോദിക്കണ്ടേ? ആരോടും ഒന്നും ചോദിക്കണ്ട. നീ നിന്റെ ബാഗ് റെഡിയാക്കിക്കോ പോകാൻ.